ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊപ്പം കുട്ടികൾക്കോ വലിയവർക്കൊക്കെ വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കപ്പ് അളവിൽ ഞാനിപ്പോൾ അരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മട്ട അരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പച്ചരി ഒഴിച്ചിട്ട് ബാക്കി ഏത് അരി വേണമെങ്കിൽ, അതായത് നമുക്ക് സുലേഖ അരി എടുക്കാം, ജയ അരി എടുക്കാം, അങ്ങനെ വെള്ളരിയിൽ പെട്ടതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മട്ട അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരിയെല്ലാം ഒന്ന് കഴുകി മാറ്റാം. ഇനി വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കഴുകി തന്നെ നമ്മളൊന്ന് വറുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ അരിയിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മാറാനായിട്ട് കഴുകി തന്നെ നമ്മൾ ഇതുപോലെ മാറ്റിയിട്ട് ഒന്ന് ചേർക്കാവുന്നതാണ്. ഒരു അല്പം നനവുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇത് കടായിലേക്കിട്ട് വറുത്തെടുക്കുന്ന ആ ഒരു സമയത്ത് ആ നനവൊക്കെ പെട്ടെന്നൊന്ന് മാറിക്കിട്ടും കേട്ടോ. നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അരി നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഇച്ചിരി കൂടി സമയം നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ പഫായിട്ട് വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഒരുപാട് സമയത്ത് വറുത്തതിൻ്റെ കളറൊന്നും മാറ്റണം എന്നുള്ള ആവശ്യമില്ല. നല്ലതുപോലെ ഇങ്ങനെ ഇത് പൊങ്ങി വരും നമ്മുടെ അരിയെല്ലാം. ആ ഒരു സമയം വരെ മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. കൈയെടുക്കാതെ തന്നെ നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തേക്കണം കേട്ടോ. ഇതുപോലെ ഒരു അല്പസമയം നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അതായത് ഇങ്ങനെ പഫി ആയിട്ട് വരും കേട്ടോ, നല്ല പഫായിട്ട് വരും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇനി ഒരുപാട് സമയത്ത് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയുടെ ടേസ്റ്റ് പാടെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടായിൽ തന്നെ ഇത് വെച്ചിരിക്കരുത്, ഇത് നേരെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു അരക്കപ്പ് അളവിൽ നിലക്കടല ചേർത്ത് കൊടുക്കാം. വറുത്ത നിലക്കടലാണെന്നുണ്ടെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചൂടാക്കി ഒന്ന് വറുത്ത് തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ വറുക്കാത്ത നിലക്കടലയാണ്. നന്നായിട്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. നിലക്കടലയ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഏതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ നട്ട്സും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലക്കടല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ പച്ച നിലക്കടലയാണ് നമ്മൾ വറുത്തെടുക്കുന്നതെങ്കിൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറി കിട്ടും, പക്ഷേ അകം വേകാതെ ഇരിക്കും. അതിൻ്റെ പേരിൽ ആ ഒരു പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് മാത്രമേ നമ്മളൊന്ന് വറുത്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ നിലക്കടലയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മളിതാ വറുത്തെടുത്ത നമ്മുടെ അരിയെല്ലാം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൗഡറായിട്ട് അങ്ങനെ തീരെ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി തരിതരിപ്പോട് കൂടി തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്ത നമ്മുടെ ഈ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് നമ്മളത് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ നിലക്കടലയുടെ ആ തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി പൊടിച്ചെടുത്തതുപോലെയല്ല, കുറച്ചുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് പൊടിയാക്കി ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ക്രഷ് ചെയ്തെടുത്ത നിലക്കടലയും കൂടി ചേർക്കുകയാണ്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കരുത് കേട്ടോ, ഇതുപോലെ ക്രഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഇതുപോലെ ഒരു അരക്കപ്പോളം അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല, ഇപ്പോൾ ഒരു 3-4 ദിവസം നമുക്കിത് വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി നമ്മൾ നിലക്കടലിലേക്ക് ഒന്ന് വറുത്തതുപോലെ ഒന്ന് വറുത്ത് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഫ്രഷ് ആയിട്ടുള്ള ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 3-4 ദിവസം വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ഒന്ന് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്.
എന്നാൽ ഈ ഒരു രീതിക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ 100 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട്, അതായത് ഒരു 3-4 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതാണ്. അതൊരു അല്പമായിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് ബോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ശർക്കര പാനിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ കംപ്ലീറ്റ് ശർക്കര പാനി ഇതിലേക്ക് തന്നെ ചേർക്കുകയാണ്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ആവശ്യമായിട്ടുണ്ട്. ലാസ്റ്റ് ഒരല്പം നെയ്യും കൂടി ചേർക്കാം. നെയ്യും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ലഡുവിൻ്റെ ഷേപ്പിലാണ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു അരിലഡുവാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുന്ന ഒന്ന് തന്നെയായിരിക്കും. വൈകുന്നേരം ചൂട് ചായക്കൊപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വൈകുന്നേരം നല്ല ചൂട് ചായക്കൊപ്പം നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കി വരുന്നത് നമുക്കിത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ആക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.